ഈയിടെയായിട്ട് ഡ്രഗ്സ് ഒരുപാട് ഉപയോഗം കൂടുതലാണെന്നാണല്ലോ. ഇത് എവിടുന്നാണ് തുടങ്ങണതെന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരുന്നു. ഇത് ഫാമിലിയുടെ ഉള്ളിൽ നിന്നാണോ, അതോ സ്കൂളിൽ നിന്നാണോ, അതോ പബ്ലിക്കിൽ നിന്നാണോ, അല്ലെ ഇതിന് അടിമയാവുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ അതിനെ വിലയിരുത്തിയപ്പോൾ ശരിക്ക് ഫാമിലി ഇഷ്യൂസ് കാരണം ശരിക്ക് ആ കുടുംബത്തിലെ ആ കുട്ടിയുടെ ഭദ്രത, ആ കോൺഫിഡൻറ്റ് ലെവൽ ഇല്ലാണ്ടാണോ ഈ കുട്ടി ഇതിന്, അത് മാധ്യമങ്ങൾ ഇവിടെ വരെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ ഇവർ ഇങ്ങനത്തെ ഡ്രഗ്സിലോട്ട് പോകുന്നത് എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കും. പക്ഷേ ഇത് ഡ്രഗ്സിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നമുക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ ഇവർ കംപ്ലീറ്റ് അടിമയായി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. പറയുന്നത് ഡോപ്പമിൻ ഹോർമോൺസ് ഒരുപാട് ഉത്തേജിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ആ ഹോർമോൺസ് ഉത്തേജിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ മറ്റുള്ള ചിന്തയൊക്കെ ഇവിടുന്ന് മാറുകയാണ്. അപ്പോൾ ന്യൂറോൺസ് നശിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു ഇൻഹിബിഷൻ സെൻറ്റർ അവിടെ പോവുകയാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയിലോട്ടാണ് ഇവരെ ന്യൂറോൺസ് ഡാമേജ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഈയിടെ വായിച്ച് കാണുമല്ലോ പേപ്പറിലൊക്കെ, ക്രൂരകൃത്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ഇൻഹിബിഷൻ ഇല്ല അവർക്ക്, എന്ത് ചെയ്യാനും മടിക്കാത്തൊരു അവസ്ഥയിലോട്ട് ഇവർ പോവുകയാണ്. അപ്പോൾ അതിന് ശരിക്കും നമ്മൾ തടയിടേണ്ടി വന്നിരിക്കുകയാണ്. പാരൻ്റ് ആയാലും ടീച്ചേഴ്സായാലും പബ്ലിക്കായാലും പോലീസായാലും എക്സൈസ് ആയാലും ഒരുപോലെ കൈകോർത്ത് ഇവരെ നമ്മൾ സ്വാധീനിച്ച് കഴിഞ്ഞാലേ ഇവരിതിന് പിന്തിരിയുള്ളൂ.